പേവിഷബാധ വാക്സിൻ എടുത്തിട്ടും തെരുവ് നായയുടെ കടിയേറ്റ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിനോട് റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. സിയ ഫാരിസ്, ഭാഗ്യലക്ഷ്മി, നിയ ഫൈസൽ എന്നീ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ 6 വയസ്സുകാരി സിയ ഫാരിസ്, പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ 13കാരി ഭാഗ്യലക്ഷ്മി എന്നിവർ കഴിഞ്ഞ ഏപ്രിലും, കൊല്ലം പത്തനാപുരത്തെ 7 വയസ്സുകാരി നിയ ഫൈസൽ കഴിഞ്ഞ മാസം ആദ്യവുമാണ് പേവിഷബാധയെ തുടർന്ന് മരണമടഞ്ഞത്. മരിച്ച 3 കുട്ടികളും നായ്ക്കളുടെ കടിയേറ്റതുമായി ബന്ധപ്പെട്ട് പേവിഷബാധ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ബാലാവകാശ കമ്മീഷന് പരാതിയും നൽകി. തുടർന്നാണ് കമ്മീഷൻ ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ജൂൺ 13 കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ, സംസ്ഥാന പൊതുജനാരോഗ്യ ഓഫീസർ എന്നിവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന പേവിഷബാധ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിനും 3 വർഷം കാലാവധിയുണ്ടെങ്കിലും അവ കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിലെ പാളിച്ചകൾ വാക്സിനുകൾ പരാജയപ്പെടുന്നതിന് കാരണങ്ങൾ ആകുന്നുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ജനം, കോഴിക്കോട്.